വയലിന് പോയപ്പോൾ അവിടുത്തെ ഒരു ഉസ്താദ് എന്നോട് പറഞ്ഞൊരു സംഭവം. എന്താ? അദ്ദേഹം 7-8 കൊല്ലം ജോലി ചെയ്തിരുന്ന ഒരു മഹല്ലത്തിലേക്ക് അദ്ദേഹം നടത്തുന്ന സ്ഥാപനത്തിന്റെ പിരിവിന് പോയതാണ്. അപ്പൊ ആ മഹല്ലത്തിൽ ചെന്നപ്പോൾ മഹല്ലത്തേക്ക് മൂപ്പരെ കണ്ടപ്പോൾ ഭയങ്കര ഒരു ഇഷ്ടം. കാരണം അത്രയും കാലം ജോലി ചെയ്യുന്ന ഒരു ഉസ്താദ് കുറച്ചു കാലമായി പോയി ഇപ്പോൾ ഒരു സ്ഥാപനം നടത്തുക, അതിന്റെ പിരിവിന് വന്നത്. അപ്പൊ എല്ലാവരും മഗ്രിബിന്റെ നേരാ ആ ഉസ്താദെ എല്ലാവരും കയ്യ് പിടിക്കാനും സ്നേഹിക്കാനും സ്വീകരിക്കാനും. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ഒരു ഹാജിയാര് പറഞ്ഞു, നമുക്കൊന്ന് വീട്ടിൽ പോയി പോരാ ഉസ്താദെ, നിങ്ങൾ എപ്പോഴും ഭക്ഷണം കഴിച്ചിരുന്ന വീടല്ലേ. ഹാജിയാരും പറഞ്ഞു, ഞാൻ നിങ്ങളോട് അങ്ങോട്ട് പറയാൻ നിൽക്കുക, പെരി പോയിട്ടൊന്ന് തുയർന്നു പോരാൻ, ഞാൻ എപ്പോഴും വന്നിരുന്ന വീടല്ലേ എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ നമുക്കൊന്ന് പോവാന്ന് പറഞ്ഞു. രണ്ടുപേരും മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി. വീട്ടിൽ പോയി എന്ന് മാത്രല്ല, വീട്ടിൽ ചെന്നിട്ട് ഉസ്താദ് പറയാണ്, ഒരു ഈത്തപ്പഴത്തിന്റെ പാത്രം കൊണ്ടുവന്ന് വെച്ചു, പിന്നെ ഒരു ഗ്ലാസ് വെള്ളം. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് സംസം വെള്ളാണോ എന്ന് ചോദിച്ചു. അല്ല, സംസം വെള്ളമല്ല, അത് സദാ വെള്ളാണെന്ന് പറഞ്ഞു. ചൂടുള്ള ഒന്നുമില്ലേ, കട്ടൻ ചായ ഹോർലിക്സ് ഒന്നും ഇല്ല ആചാര്യ എന്ന് ചോദിച്ചു. അത് പറഞ്ഞ്, അതിപ്പോ ഉണ്ടാക്കാനേ പഞ്ചാര എവിടെ ഇരിക്കണത്, ചായപ്പൊടി എവിടെ ഇരിക്കണത്, അതൊന്നും ഇപ്പൊ എനിക്ക് വലിയൊരു പിടുത്തല്ല. അപ്പൊ നിങ്ങളെ പന്ത്രണ്ടോള് ഇവിടെ അല്ലേ, ഭാര്യ ഇവിടെ അല്ലേ എന്ന് ചോദിച്ചു. ഓള് മജ്ലിസിലാണ്. ഓള് അപ്പൊ BB കോഴ്സ് തുടങ്ങിക്കണോ ചോദിച്ചു. അതൊന്നല്ല, മജ്ലിസിലിരിക്കാണ്, വെള്ളം വെച്ചുകൊണ്ട് മജ്ലിസല്ലാണ്. 10 മണി കഴിയാതെ മജ്ലിസിൽ നിന്ന് എണീക്കൂല. ആര് വന്നിട്ടും കാര്യമില്ല. ഇനിയിപ്പൊ ഞാൻ ഓളെ വിളിച്ച ഓൾക്ക് ദേശീയക്കാരെ, ഞാൻ അങ്ങോട്ട് പോക്കില്ല. എനിക്കുള്ള ചപ്പാത്തിയും കറിയും തന്നെ മേശപ്പുറത്ത് വെച്ചു. ഇഷ കഴിഞ്ഞിട്ട് വന്നാല് ചപ്പാത്തി കഴിച്ചിട്ട് ഞാൻ പോയി കടന്നോളണം. ഓള് മജ്ലിസൊക്കെ കഴിഞ്ഞിട്ട് ദ്വായൊക്കെ കഴിഞ്ഞ് പിരിഞ്ഞതിന് ശേഷം ഓള് വന്ന് കിടക്കും. അപ്പോഴേക്കും ചിലപ്പോ ഞാൻ ഉറങ്ങിയിട്ടുണ്ടാവും, ചിലപ്പോ ഞാൻ ഉറങ്ങിയിട്ടുണ്ടാവൂല. എന്തേലൊക്കെ പറയാൻ രാത്രി കോൾ വന്നാ വന്ന് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇതൊക്കെ ഇപ്പൊ തന്നെ ഇപ്പൊ കാര്യം. തൽക്കാലം വെള്ളം കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്യേ, ചായ ഒന്നും ഇപ്പൊ ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് കഴിയൂല. ഇത് പറഞ്ഞിട്ട് ഈ ഉസ്താദ് ഇങ്ങനെ ചിരിക്കുക. എന്താണ് ഉമ്മത്തിന്റെ ഒരു കഥ? ഭാര്യയുടെ വിചാരം ഈ മജ്ലിസിൽ ഇരുന്നിട്ട് നേരെ സ്വർഗത്തിലേക്കാണ് പറക്കാന്ന്. സ്വന്തം ഭർത്താവിന്റെ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും സ്നേഹവും അവന്റെ കിടപ്പറയിൽ അവന്റെ കൂടെ കിടക്കൽ അദബാണ്. അതാണ് സ്വർഗത്തിലേക്കുള്ള വഴി എന്ന ആ നല്ല വഴിയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടിരുത്തുന്നതും ശൈത്താനാണ്. എന്നാ മജ്ലിസ് വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, അതിന്റെ അർത്ഥമില്ല, അങ്ങനെ പറയുന്നതിൽ ഒരു കഥയില്ല. പക്ഷേ മജ്ലിസ് ഒരു ആരാധനയും ഭ്രമവുമായി മാറുന്ന ഒരു പുതിയ പ്രവണത നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് സിനിമ സീരിയലുകളുടെ മുമ്പിൽ ഇരുന്ന ഉമ്മമാരെ മജ്ലിസുകളിലേക്ക് ആവാഹിച്ചെടുത്തപ്പോൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു നമ്മൾ. പക്ഷേ ചില മജ്ലിസുകൾ അതിരുവിടുന്നുണ്ടോ എന്നൊരു സംശയം. ഒരു 10 കിലോമീറ്റർ അപ്പുറം വന്നാലും പുതിയാപ്പിള പറയണം, ഇന്ന് എനിക്ക് പോരാൻ, എനിക്ക് കൂടൂലട്ടാ, ഇന്ന് എന്നെ അങ്ങോട്ട് ആക്കിത്തരാം. നിങ്ങൾ എന്ത് മനുഷ്യനാ, ഒരു മജ്ലിസ് ഇവിടെ വന്നാല് നിങ്ങൾ എന്നെ കൊണ്ടുപോകില്ല, ഇതന്നെയാണ് നിങ്ങളെ സ്വഭാവം, നിങ്ങൾ എന്തെങ്ങനെ. ഞാൻ ഈ ഒരൊറ്റ വാക്ക് മതി നരകത്ത് പോവാൻ. ആ മജ്ലിസ് പോയില്ല വെച്ചിട്ട് നരകത്ത് പോകില്ല. പക്ഷെ സ്വന്തം ഭർത്താവിനെ നിരാകരിച്ച നരകത്ത് പോവുകയും ചെയ്യും. പലപ്പോഴും ജീവിതത്തിന്റെ പ്രധാന ദൗത്യം എന്താണ് എന്ന് മറന്നു പോകുന്ന പുതിയൊരു തലമുറ, പുതിയൊരു പ്രവണത ഇവിടെ സൃഷ്ടിക്കപ്പെടാൻ. ഇതെങ്ങനെ വന്നതാ? ഇത് 1-ലും 2-ലും ഒതുങ്ങില്ല. ഇവിടെ അങ്ങനത്തെ ആളുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതാ. ശൈത്താൻ മഖ്സൂദുൽ അഹമ്മിൽ നിന്ന് മറ്റൊരു മഖ്സൂദിലേക്ക് നമ്മളെ തിരിച്ചു കളയുന്നതും പൈശാചികതയുടെ ഒരു ഭാഗമാണ്.